എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ബ്രെഡ് മസാലയുടെ റെസിപ്പി ആട്ടോ. ബ്രെഡ് കൊണ്ടുള്ള പലതരത്തിലുള്ള സ്നാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ചായക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു മസാല തന്നെയാണ്. അപ്പൊ അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്ത് സൈഡ് ഒന്നും കട്ട് ചെയ്ത് കളയാതെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തീരെ ഒരു പൊടിയാക്കണ്ട കേട്ടോ, ഈ ഒരു വലുപ്പത്തിൽ മതി. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ രണ്ട് വശം നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മൊരിയിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടായി കഴിയുമ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവാളയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിന് വേണ്ടി 2 പച്ചമുളകും കൂടി ചേർത്ത് പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി ഇതേപോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് മതിയാവും. ഇനി ഇതിലേക്കാണ് ചെറിയ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എടുത്ത് മുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാല കൂടെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുന്നവരെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ശരിക്കും ഒന്നും കൂടെ വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇതേപോലെ ഇങ്ങനെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഏറ്റവും സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന റെസിപ്പി തന്നെയാണ്. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ ഇനിയിപ്പോ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം നല്ല ചൂട് ചായയുടെ കൂടെ അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു സ്നാക്സും കൂടിയാണ്. ഇപ്പൊ ബ്രെഡ് കൊണ്ട് ഒരുപാട് സ്നാക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരു സ്നാക്സ് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഒരുപാട് തണുത്ത് പോകുന്നതിന് മുമ്പ് കഴിക്കണേ, എന്നാലാണ് ആ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കാം. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ റെസിപ്പി ഒക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാം കേട്ടോ. ബൈ.